ജനനായകം കണ്ടുവന്നിരിക്കുകയാണ്. മാസ് എന്ന് പറഞ്ഞാൽ മാസ് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. ഈ ഈ മനുഷ്യൻ പോകരുത്. സിനിമയ്ക്ക് ആവശ്യമാണ് പുള്ളിനെ. ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് തിയേറ്ററിൽ ഓളം കാണണം. ഓളം കാണുന്ന ഈ മനുഷ്യൻ ദളപതി വന്നാലേ ഓളം ഉള്ളൂ. അതുപോലെ ആയിരുന്നു. ഞാനൊരു 5 കൊല്ലം കൂടി ഇതുപോലെ തിയേറ്റർ ഓളം ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ബഹളമായിരുന്നു. വെച്ചാൽ അതുപോലെ മാസ്യം കണ്ടിട്ടാണ് ആൾക്കാർ ഈ ബഹളം വെച്ചത്. ഒന്നും പറയാനില്ല. കിട്ടുകൂട്ടോ എന്ന് വെച്ചാൽ ഒരു 1,20,00,000 പേര് ഇത് ടെലിഗ്രാമിൽ കണ്ടെന്നാണ് പറയുന്നത്. ആ കണ്ടന്മാരെല്ലാം മണ്ടന്മാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് പടമാണ്. കിട്ടുമെന്ന് പറഞ്ഞാൽ ഇന്റർവൽ സീനും അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ, തിയേറ്റർ ഇളകി മറിയുമായിരുന്നു. അതുപോലെയാണ്. ഇതുപോലെ മാസം കാണിക്കാനുള്ള ഇന്ത്യൻ സിനിമ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളെ തിരിച്ചു വരണം. ഇയാളെ സിനിമയ്ക്ക് ആവശ്യം, ഇന്ത്യൻ സിനിമയ്ക്ക് ഇയാളെ ആവശ്യമാണ്. നമ്മളൊക്കെ തിയേറ്റർ വരുന്നത് എന്തിനാ? അടിപൊളി ഇത് മാസ് കാണും, അതുപോലെ നായകൻ്റെ വിജയം കാണുക, അങ്ങനെയൊക്കെ ഉള്ളത് കാണാനല്ല വന്നേക്കുന്നത്. അത് പുള്ളി തെളിയിച്ച് തന്നിരിക്കുകയാണ്. ഇയാൾക്ക് നമുക്ക് സിനിമയ്ക്ക് വേണം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ അയാൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഇത് രണ്ടും കൂടെ ചെയ്യണമെന്നാണ് അഭിപ്രായം. അതുപോലെയാണ് കേട്ടോ. പിന്നെ അതിനകത്ത് മമതാ ബൈജുവൊക്കെ കിട്ടില്ല. മമതാ ബൈജു ആദ്യം ഒരു കഞ്ഞി മോഡലൊക്കെ ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷെ അവസാനമൊക്കെ പുള്ളിക്കാർക്ക് മാസം കിട്ടും. പുള്ളിക്കാരത്തിയുടെ ആക്ഷൻ സീനൊക്കെ കണ്ടപ്പോട്ടല്ലോ കിട്ടില്ലായിട്ട് പുള്ളി കാര്യം ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് വേണം കേട്ടോ. എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്ന് ഓണം കാണേണ്ടവർക്ക്, എന്ന് വെച്ചാൽ ജനം തിയേറ്ററിനകത്ത് ഇളകി പറയും. ഓരോ പാട്ട് സീനിലൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ ഒരു ഡാൻസ്, അതൊക്കെ പണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ ഓളം കാണിക്കാൻ വിജയനെ പോലെ വേറെ ആർക്കും പറ്റത്തില്ല. മസ്റ്റ് വാച്ച് തിയേറ്ററോടെ നല്ല തിയേറ്ററിൽ തന്നെ വന്ന് പോയി കാണുക. ഇത് OTT അല്ലെങ്കിൽ മൊബൈലിലൊന്നും കാണാതിരിക്കാൻ നോക്കുക. മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച് മൂവി ജനനായകൻ.